നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ ഡിസ്കഷനിൽ വന്നിട്ടുള്ളത് ഷാജി കൃഷ്ണൻ, ബെൻറ്റൺ എന്ന കമ്പനിയുടെ PMC കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് ചീഫ് കൺസൾട്ടൻ്റ് ആണ്. നമസ്കാരം ഷാജി സാർ. നമസ്കാരം. സാറിൻ്റെ സാറ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 98 ഞാൻ ഗ്രാജുവേഷൻ BTech കഴിയുന്നത്. BTech കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 12 വർഷത്തോളം ഒരു 2-3-4 കമ്പനികളുടെ ഒരു പ്രൊജക്ട് മാനേജർ ലെവലെ വരെ നമ്മുടെ കോഴിക്കോട് IIMൻ്റെ അടക്കം 3rd ഫേസിലുള്ള വർക്കിൻ്റെയൊക്കെ പ്രൊജക്ട് മാനേജറായിരുന്നു. അപ്പോൾ അത്രയും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 12 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിവിൽ വർക്കിംഗ് ഫീൽഡ് കോൺട്രാക്ടേഴ്സിൻ്റെ കൂടെ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഈ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരുന്നത്. ബേസിക്കലി അന്ന് ഞാനിത് തുടങ്ങുന്ന കാലത്ത്, അന്ന് 2010-ലാണ്. 2010 ഞാൻ തുടങ്ങുന്ന കാലത്ത് പലർക്കും PMC എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ എന്തിനാണ് PMC എന്താണ് ചെയ്യുന്നത് അറിയാത്തൊരു കാലത്ത് തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരാളെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫേം ആയിരുന്നു ഞങ്ങൾ കൊണ്ടുപോയത്. ഇനീഷ്യലി ഇതിൻ്റെ പേര് വുഡ് പെക്കേഴ്സ് എന്നായിരുന്നു. പിന്നെ ഇപ്പം റീസെൻ്റായിട്ട് ഞങ്ങൾ ബെനറ്റൺ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. സാറേ, ഞാൻ ഇന്നിപ്പോൾ സാറിന് ഈ ഒരു ചാനലിൽ കൊടുത്തിട്ടുള്ളത്, ആക്ച്വലി ഞാനൊരു ലാൻഡ് കൺസൾട്ടൻ്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആണ്. ഇപ്പോൾ PMC എങ്ങനെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, റിയൽ എസ്റ്റേറ്റിൽ കുറേ ഘട്ടങ്ങളുണ്ട്. പല റിയൽ എസ്റ്റേറ്റ് ആളുകളും ഏജൻറ്റുകളും ലാൻഡ് വാങ്ങുന്നു, അങ്ങനെ തന്നെ മറിച്ച് വിൽക്കുന്നു. ചിലർ വന്നിട്ട് ലാൻഡ് വാങ്ങി അതിനെ പ്ലോട്ട് ചെയ്ത് അതിനെ പ്ലോട്ടുകളാക്കി സെയിൽ ചെയ്യും. ചില ഡെവലപ്പേഴ്സ് അതിന് പ്ലോട്ട് ചെയ്ത് അതിൽ കൺസ്ട്രക്ഷൻ വില്ല ചെയ്യും, അതല്ലെങ്കിൽ ഫ്ലാറ്റ്സ്, അതിൽ അപ്പാർട്ട്മെൻറ്റ്സ്, വലിയ ടൗൺഷിപ്പുകൾ ചെയ്യും. അപ്പോൾ ഇതിൽ ഈ ഒരു മേഖലയിൽ വരുമ്പോൾ PMC എന്നുള്ളത് വളരെ വലിയൊരു ഘടകമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്പേഴ്സിന്, പുതുതായിട്ട് വരുന്ന ഡെവലപ്പേഴ്സിന്, അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇത്തരത്തിൽ നല്ല ഡെവലപ്പിംഗ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലയൻസിന് PMC എങ്ങനെ വർക്കൗട്ടാവും എന്നുള്ളതാണ് ഡിസ്കഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും PMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അത് PMC തന്നെയാണ്. പക്ഷേ ആക്ച്വലി PMC എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ്, ആ പ്രോജക്റ്റ് മാനേജ് ചെയ്ത് കൊടുക്കുക. ആ പ്രോജക്റ്റിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ മേഖലകളിലും, അത് ഫ്രം ദ വെരി ബിഗിനിങ്, അതിൻ്റെ കോൺസെപ്റ്റ് തൊട്ട് അതിൻ്റെ കംപ്ലീഷൻ വരെയുള്ള എല്ലാം പ്ലാൻ ചെയ്ത് ഡിഫൈൻ ചെയ്തിട്ട്, പിന്നെ ഒരു എഫക്റ്റീവ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഏജൻസീസ്, അതായത് ഒരുപാട് ഏജൻസീസ് ഉണ്ടാവും ഒരു പ്രോജക്റ്റിൽ. ആർക്കിടെക്ട്സ്, കോൺട്രാക്ടേഴ്സ് തന്നെ മൾട്ടിപ്പിൾ കോൺട്രാക്ടേഴ്സ്, വെണ്ടേഴ്സ്, ഇവരെല്ലാം എഫക്റ്റീവ്ലി ഡിപ്ലോയ് ചെയ്തിട്ട് ഇൻ ടൈം, നമ്മൾ വേണ്ട സമയത്ത് മാക്സിമം സ്പീഡിൽ നമ്മൾ ആ ഒരു ടൈം ഫ്രെയിമിനകത്ത് വെച്ചിട്ട് മാക്സിമം ക്വാളിറ്റിയോടുകൂടെ ക്ലയൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ തീർത്ത് കൊടുക്കുന്ന ഏജൻസിയാണ് സാധാരണ PMC എന്ന് പറയുന്നത്. ഈ PMC ശരിക്കും ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, പ്രോജക്റ്റ് ഷെഡ്യൂളിങ്, ആ ഷെഡ്യൂൾ പ്രകാരം പ്രോജക്റ്റ് പോകുന്നുണ്ടോ ഇതൊക്കെ മോണിറ്റർ ചെയ്യാം. പക്ഷേ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്ത്യക്കകത്ത് നമ്മൾ കൊടുക്കുന്ന സർവീസിൽ നമ്മൾ പലപ്പോഴും PMC പ്രൊജക്ട് മാനേജ്മെൻറ്റ് മാത്രമല്ല, നമ്മളിവിടെ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റും കൂടെ കൊടുക്കുന്നു. അതായത് കോൺട്രാക്ടേഴ്സിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാം, അവരുടെ ഇൻവോയ്സ് അല്ലെ ബില്ല് വന്നു കഴിഞ്ഞാൽ ആ ബില്ല് എഫക്റ്റീവ്. ഇപ്പം നമ്മൾ ഉണ്ടാകുന്നത് ഒരു ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓണറുടെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഒരു PMC വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരു ഓണർ, അയാൾക്കൊരു ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കണം. അയാളൊരു ലാൻഡുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റ് ലാൻഡുണ്ട്, ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് ഇത് കൊടുക്കും. അപ്പോൾ ഈ ഷോപ്പിംഗ് മാൾ നമ്മൾ തുടങ്ങി ആദ്യം ഒരു ആർക്കിടെക്റ്റ് ഉണ്ടാവും. ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യും, നല്ല ബ്യൂട്ടി. ആർക്കിടെക്റ്റിനെയും PMC അല്ലേ ചൂസ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ PMC വന്നു. ശരിക്കും അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അതായത് അതിൻ്റെ കോൺസെപ്റ്റ് തൊട്ട് നമുക്ക് ഇത് വേണം, PMC വേണം. അത് ഞാൻ വഴിയെ പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിടെക്റ്റ് നമ്മുടെ ഇത് ഡിസൈൻ ചെയ്യുന്നു. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ അതിനൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ കാണും, അതുപോലെ MEP എഞ്ചിനീയർ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് എഞ്ചിനീയേഴ്സ് കാണും. ഇവരെല്ലാം ഉണ്ടാവും. ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാൻ ക്ലയൻറ്റിന് ഒരാളെ വേണം. ഒരാളല്ല, ഒരു ടീമിനെ വേണം. കാരണം ക്ലയൻറ്റ് ഒരു സിവിൽ എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജറെയോ അല്ലെങ്കിൽ കുറച്ച് സ്റ്റാഫിനെയോ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ കൺസ്ട്രക്ഷനിലുള്ള എല്ലാ മേഖലകളും അവർക്ക് നോളജ് ഉണ്ടാവണമെന്നില്ല. അവർക്ക് അത്രയും ആൾക്കാർ ഒരു ടീമിനെ വെക്കുക എന്ന് പറയുന്ന ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബേർഡനായിരിക്കും. അപ്പോൾ ഒരു PMC ഇപ്പം നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന PMC സർവീസുകളിൽ PMC ചെയ്യുന്ന ആൾക്ക് അവർക്ക് MEP എഞ്ചിനീയർ ഉണ്ടാവും, സ്ട്രക്ചറൽ എഞ്ചിനീയർ ഉണ്ടാവും, അപ്പം ലിഫ്റ്റ്, അതിൻ്റെ എല്ലാ എക്സ്പേർട്സ്. കുറേ ആൾക്കാർക്ക് ഇൻഹൗസ് ഉണ്ടാവും, ചിലത് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യും. എന്നാലും നമുക്കൊരു 10 പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ 10-1 സമയമായിരിക്കും നമ്മുടെ ഒരാൾ
ഇപ്പോൾ ലിഫ്റ്റിൻ്റെ എക്സ്പേർട്ട് വന്നിട്ട് സൈറ്റിൽ ചിലവഴിക്കുന്ന സമയം അതാണ്. അപ്പോൾ ക്ലയൻറ്റ് ഒരിക്കലും നമുക്കൊരു വെർസൈറ്റൈലാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണെന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. അപ്പം ക്ലയൻറ്റിന് ഇതെല്ലാം അറിയുന്ന ഒരു ടീമിനെ വേണം, ഇതെല്ലാം നോക്കാനും കാണാനും മാനേജ് ചെയ്യാനുമുള്ള ഒരു ടീമിനെ വേണം. അങ്ങനെയാണ് PMC വരുന്നത്. ഇപ്പോൾ ഒരു മാളിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും ഒരു 25-30 ഏജൻസീസ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് ഗ്ലാസ് ക്ലാഡിങ് ചെയ്യുന്നവർ, ഫ്ലോറിങ്, പിന്നെ ഫോൾ സീലിംഗ്, പിന്നെ പ്ലംബിങ്, ഇലക്ട്രിക്കൽ, ഫയർ, AC, എസ്കലേറ്റർ, ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഏജൻസീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പെയിൻറ്റേഴ്സ് ഉണ്ടാവും, പോളിഷ് ചെയ്യുന്നവരുണ്ടാവും, അങ്ങനെ ഒരുപാട് ഏജൻസീസ്, CCTV എന്നൊക്കെ പറഞ്ഞാൽ ഒരു 30-35 ഏജൻസീസ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നു. ഇവരെ നമുക്ക് എഫക്റ്റീവ്ലി കോർഡിനേറ്റ് ചെയ്യാനും ഇവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാനും നമ്മുടെ സമയത്ത് നമ്മുടെ ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞ രീതിയിൽ തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു മാളിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു മാസം നേരത്തെ തീർന്നു കഴിഞ്ഞാൽ അത്രയും റവന്യൂ നേരത്തെ ക്ലയൻസിന് കിട്ടുകയാണ്. അപ്പം നമ്മളൊരു ഷെഡ്യൂൾ ചെയ്താൽ ആ ഷെഡ്യൂളിനകത്ത് അല്ലെങ്കിൽ ഒരു 3 മാസം ഈ പ്രോജക്റ്റ് ഡിലേ ആയാൽ 3 മാസത്തെ റവന്യൂ എന്ന് പറയുന്നത് ഹ്യൂജാണ്. അപ്പോൾ അത്രയും വലിയൊരു ലോസ് പോവും. അപ്പോൾ ശരിക്കും ക്ലയൻസിന് നമ്മൾ ശരിക്കും PMC കൊണ്ട് ഒരു 10-15% വരെ ഒരു ക്ലയൻറ്റ് സേവ് ചെയ്യാറുണ്ട്. പല സേവിയലുകൾ പോവും. അപ്പുറം ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ ക്ലയൻറ്റിൻ്റെ കയ്യിൽ ലാൻഡ് ഉണ്ടാവും, ഫണ്ട് ഉണ്ടാവും. ഇത് ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഒരു 30 ഏജൻസിൽ അറ്റ് എ ടൈം വർക്ക് ചെയ്യുമ്പോൾ അവർ വർക്ക് ചെയ്തിട്ടുണ്ടോ, കറക്റ്റാണോ ചെയ്തത്, അവർ ഫണ്ട് ഡെലിവറി ചെയ്യാൻ, റിലീസ് ചെയ്യാൻ ഇത് ആരാണ് ചെക്ക് ചെയ്യുക? ഇവിടെയാണ് ആ ഒരു PMCൻ്റെ ഒരു എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് അവരുടെ ഹെഡേക്ക് വരുന്നത്. എപ്പോഴും സിവിൽ വർക്കൊക്കെ സാധാരണ വേഗം കഴിയും. അത് കഴിഞ്ഞിട്ട് ഈ ഫിനിഷിംഗ് വർക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അതുപോലുള്ള വർക്ക് ഇതിൻ്റെ എല്ലാം കോർഡിനേഷൻ വരുമ്പോഴാണ് എല്ലാ പ്രോജക്റ്റും ഡിലേ ആവുന്നത്, ഒരുപാട് ഡിലേ ആവുന്നത്. പിന്നെ അതാണ് നമ്മുടെ ഒരു പ്രൊജക്റ്റിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഇതൊക്കെ ഒരു റൂട്ടാണല്ലോ, കാരണം ഒന്ന് കഴിഞ്ഞാൽ വേറെ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വർക്ക് ഡിലേ ആവുന്നതോറും അടുത്ത വർക്ക് ഡിലേ ആവും. പിന്നെ അറ്റ് സൈറ്റ് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ്, ഓക്കെ, അത് ചിലപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു AC-യുടെ ഡക്റ്റ് പോകണം. AC-യുടെ ഡക്റ്റ് പോകുന്നതിൻ്റെ സെയിം ലെവലിലായിരിക്കും ഇലക്ട്രിക്കൽ ട്രേ പോകുന്നത്. ചിലപ്പോൾ ആ ഇലക്ട്രിക്കൽ ട്രേൻ്റെ അകത്ത് കൂടെ അതിന് കൂടെ ELV പോകും, എക്സ്ട്രാ ലോ വോൾട്ടേജ് ലൈൻ. അത് ചിലപ്പം ഈ ഇലക്ട്രിക് ലൈനും അതും തമ്മിൽ ചെറിയ ഗ്യാപ്പ് വേണം, ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നുണ്ട് ചില കേബിളുകൾക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിലപ്പം സൈറ്റിൽ തീരുമാനം എടുക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം എക്സ്പേർട്സ് നമുക്ക് സൈറ്റിൽ എപ്പോഴും ഉണ്ടാവും. ഒരു ക്ലയൻറ്റിന് ഒരിക്കലും ഇവരെ എല്ലാവരെയും വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴാണ് അവർ ക്ലയൻറ്റിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് PMCയെ വെക്കുന്നത്. ഇപ്പം വെരി ബിഗിനിങ് എന്ന് പറഞ്ഞത്, ആ തുടക്കം തൊട്ട് ഞാൻ വേണമെന്ന് പറഞ്ഞത്, നമ്മളിപ്പോൾ ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കിടെക്റ്റിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നു, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡ്രോയിങ്സ് നമ്മൾ വാങ്ങിക്കണം. അവരുമായിട്ടുള്ള ഇനീഷ്യൽ ഡിസ്കഷനിൽ നമ്മളുണ്ടെങ്കിൽ നമ്മുടെ കുറേ കൂടെ ഐഡിയാസ് നമ്മൾ ഇതുവരെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും, അതുപോലെ ഞാനും എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാഫും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഐഡിയ ഇതിനകത്ത് വരും. അപ്പോൾ ഒരു സിംഗിൾ ബ്രെയിൻ അല്ല, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് ഓഫീസ് എന്നുള്ള ബ്രെയിൻ അല്ല, നമ്മൾ ഒരുപാട് ഐസ് ആൻഡ് ബ്രെയിൻസ് നമ്മൾ ഈ ഡ്രോയിങ്ങിൽ കൂടെ, ഈ കോൺസെപ്റ്റിൽ കൂടെ പോകുന്നു. ഇപ്പം ഞങ്ങളൊരു ഹോസ്പിറ്റൽ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും, അപ്പോൾ അവിടെ ലിഫ്റ്റ് ഉണ്ട്, ബേസ്മെൻറ്റ് ഫ്ലോറിൽ ലിഫ്റ്റ് ഉണ്ട്. ബേസ്മെൻറ്റ് ഫ്ലോറിൽ തന്നെയാണ് മോർച്ചറി ഉള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാനൊരു കേസ് സ്റ്റഡി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് തുടക്കം വേണമെന്ന് പറയും. അപ്പം ഈ ലിഫ്റ്റ് കഴിഞ്ഞിട്ട് ഈ മോർച്ചറിയിലേക്ക് ഒത്തിരി ദൂരമുണ്ട്. ഓക്കെ, അപ്പം ഈ ബേസ്മെൻറ്റ് ഫ്ലോറിൽ പാർക്കിംഗ് ഉണ്ട്. ഈ പാർക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ വേണം ഒരു ബോഡി ICUന്ന് വന്നു കഴിഞ്ഞാൽ ലിഫ്റ്റിൽ നിന്ന് ഇറക്കിയിട്ട് മോർച്ചറിയിലേക്ക് പോകാൻ. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു പേഷ്യൻറ്റ് കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അവർ ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകാൻ തന്നെ സാധ്യത. അപ്പോൾ അവരെ ശരിക്കും ബാധിക്കുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾ ഡിസൈനെല്ലാം നല്ല ഡിസൈനായിരുന്നു, നന്നായിട്ട് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ കൊടുത്തൊരു സജഷനാണ്. നമ്മളിങ്ങനെ ഇതൊന്നും നമ്മുടെ എഞ്ചിനീയറിങ്ങോ ഇതൊന്നും അല്ല, പക്ഷെ വേറെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പറഞ്ഞു ഈ മോർച്ചറിയുടെ അടുത്ത് ഇത് നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്ത് തന്നെ വേണം, ലിഫ്റ്റ് ഇറങ്ങിയാൽ ഉടനെ മോർച്ചറി കയറ്റാൻ പറ്റണം. അത് അവർ എഗ്രി ചെയ്തു, ആർക്കിടെക്റ്റും സമ്മതിച്ചു, ശരിയാണ് എന്ന് പറഞ്ഞു. അത് മാറ്റി. അത് നമുക്ക് ഇനീഷ്യലി നമ്മൾ ഒരു ഏജൻസി ഉണ്ടായത് കൊണ്ട് ആ കൂട്ടത്തിൽ അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റി. അതുപോലെ പലപ്പോഴും ഈ നമ്മൾ വരുന്ന ഈ MEP ലൈൻസ് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുന്നവരാണ്. ഈ PMCക്കാർ സൈറ്റിലാണ്, നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുന്നവരാണ്. നമ്മളെപ്പോഴും ഒരു ഡ്രോയിങ് കണ്ടാൽ ഓക്കെ ഇതിൻ്റെ പൈപ്പ് ലൈൻ ഏത് വഴി പോകും, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും.
അപ്പം ആ ഒരു സജഷനും കൂടെ നമുക്ക് ആർക്കിടെക്ട്സിന് കൊടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഫ്രം ദ വെരി ബിഗിനിങ് ഇതിൻ്റെ കോൺസെപ്റ്റ് മുതൽ PMC ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല. ആൾക്കാർ ഇവിടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് PMC എന്ന് പറയുന്ന ഓക്കെ ഇവർ ഓവർസീ ചെയ്യാൻ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാനുള്ളവരല്ലേ, അപ്പം വർക്ക് തുടങ്ങുമ്പോൾ വെച്ചാൽ പോരെ. കൺസൾട്ടിംഗ് ലെവലില് അതെ, പലപ്പോഴും കോൺട്രാക്ടേഴ്സിനെയും കൂടെ ചില പ്രോജക്റ്റുകളിൽ കോൺട്രാക്ടേഴ്സിനെയും കൂടെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം ഞങ്ങളെ വെക്കാറുണ്ട്. അപ്പോൾ ഈ കോൺട്രാക്ടേഴ്സിൻ്റെ മുകളിൽ ഇവരെ പല കണ്ടീഷൻസും ഉണ്ടാവും നമുക്ക് വെക്കാനുള്ള, അല്ലെങ്കിൽ ഇത് പലതും ക്ലയൻറ്റുമായിട്ട് ഇവർ ആദ്യം തന്നെ എഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്ലയൻറ്റിന് കുറേ നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പം ശരിക്കും PMC വെക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ 10 to 15% വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറയുന്നത് ലാഭമല്ല, നഷ്ടം വരാതെ നോക്കുന്ന ആൾക്കാരാണ് PMC. ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരല്ല, പ്രോഫിറ്റ് മേക്കേഴ്സ് അല്ല. നമ്മുടെ നഷ്ടം വരാതെ, കാരണം നമ്മുടെ സ്വന്തം ബിൽഡിങ്ങിൽ നമുക്ക് നഷ്ടമില്ലല്ലോ, എല്ലാം നമ്മുടെ തന്നെയാണ്. അപ്പം ലാഭമില്ലല്ലോ, നഷ്ടം വരാതെ നോക്കുക എന്നുള്ളതാണ് ഇതാണ് PMC ചെയ്യുന്നത് സാധാരണ. സാറേ, ഈ PMCയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഒരു ക്ലയന്റ് ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ടത് PMCനല്ലേ ഒരു പ്രൊജക്റ്റിലേക്ക്? ഡിഫൈൻ ചെയ്യാം. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും ആദ്യം അവർ PMC ആണ് അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു PMC ആണ് ക്ലയൻറ്റിൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഈ PMC ആണ് നമുക്ക് ഏത് ആർക്കിടെക്റ്റ് വേണം. നമുക്ക് നാട്ടിൽ ഒരുപാട് നന്നായിട്ട് ചെയ്യുന്ന നല്ല ടാലൻറ്റഡായ നല്ല കഴിവുള്ള ഒരുപാട് ആർക്കിടെക്ട്സ് ഉണ്ട്. ആ ആർക്കിടെക്ട്സ് എല്ലാവരും അവർ ഇതിൽ ഈ നമ്മുടെ പെർട്ടിക്കുലർ പ്രോജക്റ്റിന് ആരാണ് സ്പെസിഫൈ ചെയ്യട്ടെ. ഈ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വില്ല പ്രൊജക്ട് ആവാം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവാം, ഷോപ്പിംഗ് മാൾ ആവാം, ഹോസ്പിറ്റൽ, റിസോർട്ട്സ് ആവാം, ക്യാമ്പസ്, വലിയ ഹോസ്പിറ്റൽ, അതല്ലെങ്കിൽ എന്തോ ആവാം, ഏത് പ്രോജക്റ്റ്. അപ്പോൾ ഓരോ പ്രോജക്റ്റിലും അതാത് നന്നായിട്ട് ചെയ്യുന്ന, ഇപ്പം ചില ഷോപ്പിംഗ് മാൾസ് നന്നായിട്ട് ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഉണ്ടാവും. അവർ ചിലപ്പം അവരുടെ മറ്റ് ഇത് ചിലപ്പം അത്രയും നന്നാവണമെന്നില്ല, അല്ലെങ്കിൽ ഹൈറൈസ് ബിൽഡിങ്സ് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ചിലപ്പം വില്ല പ്രോജക്റ്റ് അത്രയും മോശമാവുന്നല്ല ഞാൻ പറഞ്ഞത്, അവരത്രയും അതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരോ അല്ലെങ്കിൽ എന്തോ അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ കാണാറുണ്ട്, എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രോജക്റ്റ് നോക്കിയിട്ട് നമുക്ക് ഏത് ആർക്കിടെക്റ്റ് വേണം നമ്മൾക്ക് തീരുമാനിക്കാം, ഏത് ആർക്കിടെക്റ്റ് വേണം. അവരുടെ ഫീ, അവരുടെ കാര്യങ്ങൾ നെഗോഷിയേറ്റ്, അവരുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഫീ അല്ല ഞാൻ പറയുന്നത്, അവരുടെ സർവീസ്, അവരുടെ അടുത്ത് നമുക്ക് എന്തൊക്കെ സർവീസ് വേണം, ഏതൊക്കെ സമയത്ത് കിട്ടണം. കാരണം ഈ PMC ആണ് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നത്. കാരണം എത്ര CRന്റെ അല്ലെങ്കിൽ എത്ര എമൗണ്ടിന്റെ വർക്കാണ് ഈ വർക്കും ഈ ലാൻഡും അതുപോലെ തന്നെ ഈ എമൗണ്ട് ഫണ്ടും ക്ലയന്റ് ആണ് തീരുമാനിച്ചിട്ട് PMC ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ₹1 കൂടാൻ പാടില്ല. അത് PMCയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് പറ്റിയ ആർക്കിടെക്ട്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ആർക്കിടെക്റ്റിനെ വർക്ക് ഏൽപ്പിക്കുക. ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് നിന്ന് ഡിസൈൻ വന്നു കഴിഞ്ഞാൽ അവർ നന്നായിട്ട്, എല്ലാ ആർക്കിടെക്ട്സും ഞാൻ കണ്ട എല്ലാവരും നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു ക്രാക്ക് വന്നു ഒരു സ്ലാബിൽ. ഇന്ന് ക്ലയൻസ് പോയിട്ട് ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ട് ഇതെന്താണ് ക്രാക്ക് എന്ന് കേൾക്കുന്നത്. അപ്പോൾ ആർക്കിടെക്ട്സ് എന്ത് ചെയ്യാനാണ്? അത് ശരിക്കും എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ശരിക്കും ഒരു PMC അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ടീം, ക്ലയന്റിന്റെ എഞ്ചിനീയറിംഗ് ടീം ആയിക്കഴിഞ്ഞാൽ അവരാണ് ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുന്നത്. നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്. കാരണം PMC ആണ് വർക്ക് ഷെഡ്യൂൾ ചെയ്യുന്നത്. ആ ടൈമിനകത്ത് എനിക്ക് എൻ്റെ ഇന്ന ഡ്രോയിങ് ഈ സമയത്ത് കിട്ടണം എന്നൊക്കെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കണം. അതാണ്, അപ്പോഴാണ് നമ്മൾ വിചാരിച്ച സമയത്ത് ഡ്രോയിങ്ങുകൾ കറക്റ്റായിട്ട് കിട്ടും. അല്ലാതെ നമ്മളൊരു ആർക്കിടെക്റ്റ് കുറേ ചെയ്ത് വെച്ചിട്ട് ഇനി നിങ്ങളുടെ ഡ്രോയിങ് നാളെ എനിക്ക് കിട്ടണം എന്ന് പറയുമ്പം അവർക്കും തരാൻ പറ്റില്ല. കാരണം അവർ പ്ലാൻ ചെയ്തേക്കുന്ന ആ രീതിയിലായിരിക്കില്ല. കറക്റ്റായിട്ട് ആർക്കിടെക്ട് സ്റ്റേജ് വൈസ് ഡ്രോയിങ് തന്നാൽ അതിന് വെച്ചിട്ട് കൊട്ടേഷൻ കൊടുക്കാം കോൺട്രാക്ടേഴ്സിന്. അപ്പം ചില വർക്കുകൾ നമ്മൾ നേരത്തെ ചെയ്യേണ്ടി വരും. PMCയിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചില വർക്ക് നമ്മൾ നേരത്തെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആർക്കിടെക്ട് കരുതിയത് ഇത് ചിലപ്പം അവസാനം ചെയ്യുന്നതാണെന്ന് വെച്ചിട്ട് അതിൻ്റെ ഡ്രോയിങ് ചിലപ്പോൾ അവർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ PMCക്ക് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് ഡ്രോയിങ് ഷെഡ്യൂൾ, ഞങ്ങൾക്ക് ഇതാണ് ഈ പ്രോജക്റ്റിൽ വേണ്ട ഡ്രോയിങ് ഷെഡ്യൂൾ, ഇത് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം ഫ്രീസ് ചെയ്തിട്ട് അവരെ വരക്കാൻ ഏൽപ്പിക്കാം. പിന്നെ അതേപോലെ നമുക്ക് ബഡ്ജറ്റ് ഇന്ന് സാധനം വന്നു കഴിഞ്ഞു, ഒരു ഡ്രോയിങ് വന്നു, ഇപ്പോൾ PMC ഇല്ല, ക്ലയൻറ്റും ആർക്കിടെക്റ്റും മാത്രമാണ്. ആർക്കിടെക്റ്റ് വന്ന് വരച്ചു കൊടുത്തു, അത് ഫ്രീസ് ചെയ്തു. പക്ഷെ അതിൻ്റെ ഒരു എക്സാക്ട് കോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു എസ്റ്റിമേഷൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പലപ്പോഴും ചില കേസുകൾ എസ്റ്റിമേഷൻ ഒന്നും ചെയ്യില്ല. ഇതിനൊക്കെ ക്ലയൻറ്റിൻ്റെ ഓൺ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ എസ്റ്റിമേഷൻ ചെയ്ത് നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഇത് നിൽക്കുമോ, ഇല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും റിവിഷൻ നമ്മുടെ ഡ്രോയിങ്ങിൽ ചെയ്യണം. ആർക്കിടെക്ട് പറയുന്ന ടെക്നിക്കൽ വേർഡ്സ് ചിലപ്പോൾ ക്ലയൻറ്റ് മനസ്സിലാക്കിക്കൊള്ളുന്നുണ്ടാവില്ല.
അപ്പൊ അതിന് ക്ലയന്റ് സൈഡിൽ ഒരു PMC ഉണ്ടെങ്കിൽ അവരുടെ ക്ലയന്റിന്റെ ആളായിട്ടുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഈസിയർ ആവും. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഇപ്പം ഞങ്ങൾ ഇപ്പം ഇവിടെ എയർപോർട്ട് ഹോട്ടലിലൊക്കെ ചെയ്തിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ അവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് നിങ്ങളുടെ ഫിനിഷ് ടൈലാണെങ്കിൽ ഇന്ന ഫിനിഷ്, ഇന്ന സ്പെസിഫിക്കേഷൻ, ഇന്ന സൈസ്, ഇതൊക്കെ തരിക, കളറും തന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് നമ്മൾ നോക്കിയിട്ട് ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റിനുള്ള ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യാം. അതായത് ക്ലയൻറ്റിന് സെലക്ട് ചെയ്യാൻ കൊടുക്കുക. നമ്മളൊരിക്കലും ബ്രാൻഡ് സെലക്ട് ചെയ്യാതെ, ആർക്കിടെക്റ്റ് ഒരിക്കലും ഇന്ന ബ്രാൻഡ് ടൈലിടണം അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് എന്ന് പറയാതെ, എനിക്കിതാ ഈ കളർ ടൈല്, എനിക്ക് ഇന്ന ഫിനിഷ്, ഇന്ന കളറ്, ഇന്ന സൈസിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര തിക്നെസ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം പറഞ്ഞോട്ടെ, അതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ്, വാട്ടർ അബ്സോർപ്ഷൻ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആ കണ്ടീഷൻ എല്ലാം മാച്ച് ചെയ്യുന്ന ടൈല് നമുക്ക് കൊടുക്കാം. അത് ഇന്ന് ബ്രാൻഡ് വേണം എന്ന് പറയുമ്പോഴാണ് പലയിടത്തും പല പ്രോജക്റ്റിലും കോസ്റ്റ് എസ്കലേഷൻ വരുന്നത്. അപ്പോൾ അത് ഒരു PMC ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ആർക്കിടെക്റ്റുമായിട്ട് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ കുറേ ടൈൽസിൻ്റെ സാമ്പിളൊക്കെ എടുത്ത് അപ്രൂവൽ എടുത്ത്, ഇതൊക്കെയാണ് PMC ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് കോൺട്രാക്ടറിന്റെ സ്റ്റേജും വരുന്നുണ്ടല്ലോ. കോൺട്രാക്ടറോട് ഡിസ്കഷനും ഈ പറഞ്ഞ രീതിയിൽ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ പറ്റും. കോൺട്രാക്ടറെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കോൺട്രാക്ടറുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ ബില്ല് റിലീസ് ചെയ്യുന്നതാണെങ്കിലും അവർ ചെയ്ത വർക്ക് മെഷർ ചെയ്തിട്ട് ഇതാക്കുക, അവരുടെ പേയ്മെന്റ് റെക്കമെൻഡേഷൻ, ഇതൊക്കെ PMCയുടെ, അതായത് ഈ തലവേദന ക്ലയന്റിന് അവസാനം നമ്മൾ പറയുകയാണെങ്കിൽ നോക്ക് ചെയ്യാനുള്ള ഒരു സിംഗിൾ ഡോറാണ്. അതായത് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, പ്ലംബിംഗ് കോൺട്രാക്ടർ, സിവിൽ കോൺട്രാക്ടർ, അങ്ങനെ ഒരുപാട് ഏജൻസീനെ ഒരു ക്ലയൻറ്റ് ഡയറക്റ്റ് ആണെങ്കിൽ ഓരോരുത്തരും ക്ലയൻറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന് പകരം എ സിംഗിൾ ഡോർ ടു നോക്ക്, ആ ഒരു ഡോറിൽ മുട്ടിക്കഴിഞ്ഞാൽ എല്ലാ കാര്യം, എന്തുകൊണ്ട് ഇലക്ട്രിക്കലുകാരൻ്റെ വർക്ക് നടക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിലേ ആവുന്നു, അല്ലെങ്കിൽ അയാൾക്ക് നെക്സ്റ്റ് മന്ത് എന്ത് പേയ്മെൻറ്റ് വരും, അടുത്ത മാസം എന്ത് പേയ്മെൻറ്റ് വരും, അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ എത്രമാത്രം ഫണ്ട് കയ്യിൽ കരുതണം, ഇതൊക്കെ ഞങ്ങളൊരു മന്ത്ലി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇതുവരെ ഫണ്ട് ചിലവായ കാശ് ഇത്രയാണ്, നമുക്ക് അടുത്ത മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്ന ഇത്രയും വർക്കാണ്, അതിന് നിങ്ങൾക്ക് ഇത്ര രൂപ വരും. അതിന് അടുത്ത മാസം അത് ചിലപ്പോൾ എക്സാക്റ്റ് ആയിരിക്കില്ല, അതിൽ ചെറിയ വേരിയേഷൻ വരാം, ഏകദേശം ഇത്ര രൂപ വരും, അത് ഇന്ന ഡേറ്റിനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലയൻറ്റിന് ആദ്യം നമ്മൾ ഓരോ മാസവും മന്ത്ലി റിപ്പോർട്ടിൽ നമ്മൾ ഇതെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു അവയർനെസ് ആ പ്രോജക്റ്റിനെ പറ്റി, ആ പ്രോജക്റ്റിൻ്റെ സ്റ്റാറ്റസ്, ആ പ്രോജക്റ്റ് എവിടെ നിൽക്കുന്നു, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ടീമാണ് PMC. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല. അതുപോലെ നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റുന്നതും അതിലാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിലും ഇതിലൊക്കെ നമുക്ക് ഒത്തിരി സേവ് ചെയ്യാൻ പറ്റും. ഇപ്പം സേവിങ്സിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഒരു സൈറ്റ്, ആ സൈറ്റിൽ മൊത്തം അതിൻ്റെ കണക്റ്റഡ് ലോഡ് ഇലക്ട്രിക്കലാണ് പറയുന്നത്. കണക്റ്റഡ് ലോഡ് 1450 kVA ആണ്, 1450. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന MEP കൺസൾട്ടൻറ്റ് ബാംഗ്ലൂരുള്ളൊരു കൺസൾട്ടൻ്റാണ്. അവർ പറഞ്ഞു നമുക്ക് പിന്നെ 750-ൻ്റെ 2 ജനറേറ്റർ വെക്കണം. കാരണം 1450 ആകുമ്പോൾ 750-ൻ്റെ 2 വെച്ചാൽ കറക്റ്റാണ്. ഒരു 750-ൻ്റെ സ്റ്റാൻഡ് ബൈയും വെക്കണം. അന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് 750-ൻ്റെ DGക്ക് ഏകദേശം 80 ലക്ഷം രൂപ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഉൾപ്പെടെ 80 ലക്ഷം രൂപ വരുമായിരുന്നു. 3 DG എന്ന് പറഞ്ഞാൽ 2.4 CR വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ നോക്കി, ഞങ്ങളുടെ MEP കൺസൾട്ടൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഇത്രയും വെക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ഭയങ്കര കൂടുതലാണ്. 2.25 കോടി 2.4 crores എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. പവറും ഇല്ലാത്തപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് 5 ലിഫ്റ്റ് ഉണ്ട്, അതിൽ 3 ലിഫ്റ്റ് ഷട്ട് ഡൗൺ ചെയ്യാം. പിന്നെ പവർ ലോണ്ട്രി അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ചെറിയ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് STP ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കാവുന്ന കുറേ കാര്യങ്ങൾ നോക്കി ഇതെല്ലാം നമ്മൾ ടാബുലേറ്റ് ചെയ്ത് നോക്കിയപ്പം ഇപ്പോഴും ആ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത് 250-യുടെ 2 DG വെച്ചിട്ടാണ്. 250-യുടെ ആ 250-യുടെ 2 DG എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40 ലക്ഷം കൂട്ടിയാണ് 40 ലക്ഷം രൂപയാണ് ചിലവായത്. ക്ലയൻറ്റ് അവിടെ സേവ് ചെയ്ത് 2 കോടി രൂപയാണ്. ഇതാണ് നമ്മൾ പറയുന്ന സേവിങ്സ്. ഇങ്ങനെയാണ് നമുക്കൊരു പ്രോജക്റ്റിൽ സേവിങ്സ് ഉണ്ടാകുന്നത്. ഇതൊരിക്കലും ക്ലയൻറ്റിന് ഉണ്ടായിരുന്ന ലാഭമല്ല, 2 കോടി നഷ്ടം വരാതെ നമ്മൾ നോക്കി. 2 കോടി ലാഭമല്ല, കാരണം കമ്പനി DG അയാൾക്ക് കിട്ടുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യും, ഇതൊക്കെ സംഭവം നടന്നോളും. പക്ഷെ അതിനേക്കാളും അത് നഷ്ടം ആയിട്ട് ആവാതിരിക്കാൻ വേണ്ടി നോക്കി എന്നുള്ളതാണ്.
സാറേ ഈ പ്രൊഡക്റ്റ് പർച്ചേസിൽ മാത്രമാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക, അതല്ല ഈ കോൺട്രാക്ടേഴ്സിന് ഇൻവൈറ്റ് ചെയ്യണതിൽ എന്തെങ്കിലും സേവിങ്സോ എന്തെങ്കിലും അതിൽ ബെനിഫിറ്റ്സോ കൊടുക്കാൻ പറ്റുമോ? പിന്നെ തീർച്ചയായും നമ്മുടെ അത് ഇപ്പം നമ്മൾ തന്നെയാണ് കോൺട്രാക്ടേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ ഒരു BOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്നിക്കൽ ടേമാണ്, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു സിവിൽ വർക്ക് ആണെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ഇന്ന കോൺക്രീറ്റ് ഉപയോഗിക്കണം, അത് ഇത്ര ക്യൂബിക് മീറ്റർ വരും ഏകദേശം, പിന്നെ അതിന് റേറ്റ് ഇടാനുള്ള ഒരു കോളം ഇതും വെച്ചിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഉള്ളതിനെയാണ് നമ്മളൊരു BOQ, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഐറ്റത്തിനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കും. നമ്മൾ ഇത്ര ചെയ്യണമെങ്കിൽ ഇത്ര സിമെൻറ്റ് വേണം, ഇത്ര മണൽ വേണം, ഇതിന് ഇത്ര കോസ്റ്റ് വരും, ആ നാട്ടിലുള്ള മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ഇതാണ്, അതിൻ്റെ ലേബർ ചാർജ് ഇത്ര വരും, ഇത്ര പെർസെൻറ്റേജ് കോൺട്രാക്ടർക്ക് പ്രോഫിറ്റും, ആര് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് വേണമല്ലോ, അവരുടെ പ്രോഫിറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ സാധനത്തിന് എന്തെങ്കിലും ഒരു ഐറ്റത്തിന് 10,000 രൂപ വരും എന്നാണ് എൻ്റെ എസ്റ്റിമേഷൻ. ഇതാണ് ഞങ്ങളുടെ കണക്ക് കൂട്ടൽ. എന്നിട്ടാണ് ഞങ്ങൾ ഇത് മൾട്ടിപ്പിൾ കോൺട്രാക്ടേഴ്സിന്, അത് സിവിൽ മാത്രമല്ല എല്ലാ വർക്കിൻ്റെയും കൊട്ടേഷൻസ് ഇൻവൈറ്റ്, നല്ല ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നു. അതിൽ ടെൻഡർ കണ്ടീഷൻസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, വർക്ക് എപ്പോൾ ചെയ്യണമെന്നും എപ്പോൾ തീരണമെന്നും അതിനെന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണമെന്നും ഇതൊക്കെ നമ്മൾ പറയും. അത് കഴിഞ്ഞ് ഈ കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ റേറ്റും നമ്മൾ ഈ എസ്റ്റിമേറ്റ് ചെയ്ത റേറ്റും, നമ്മളിപ്പോൾ 10,000 ആണ് ഒരു ഐറ്റത്തിന് റേറ്റ് വന്നിരുന്നെങ്കിൽ നമ്മൾ നോക്കും, ഓക്കെ ചിലപ്പോൾ 12 ഉണ്ടാവും, ചിലപ്പോൾ 15 ഉണ്ടാവും, ചിലവരിത് 20 ഉണ്ടാവും, ചിലവരിത് 8, 9ലേക്ക് പോകും. ഈ 8ലേക്കൊക്കെ പോകുന്ന റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യരുത്, നമ്മൾ എടുക്കരുത്. കാരണം അതിൻ്റെ ഒരു ബേസിക് പ്രൈസ് വെച്ചിട്ട് ഇത്ര മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്, അതിൽ താഴ്ത്തിട്ട് അവൻ ചെയ്യുകയാണെങ്കിൽ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അവൻ്റെ വർക്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് നമ്മൾ, കാരണം അവൻ്റെ വീട്ടിൽ നിന്ന് കാശെടുത്തിട്ട് എന്തായാലും കൊണ്ടുവന്നിട്ട് നമ്മുടെ ബിൽഡിംഗ് പണി തരില്ല. അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം, ഓക്കെ ഇത്ര രൂപക്ക് താഴ്ത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളത് കൊടുക്കരുത് എന്നുള്ള. അപ്പം നമ്മുടെ ഒരു റേറ്റ് ഉണ്ട് 10,000, നമ്മൾ ഏകദേശം ഒരു ബേസ് വെച്ചേക്കുന്നുണ്ട്. ഈ 10,000 ചിലപ്പോൾ ഒരു 9,500 ചിലപ്പോൾ നമ്മൾ കൊടുക്കും. ചിലപ്പോൾ അവന് ബൾക്ക് പർച്ചേസിൽ ചിലപ്പോൾ മെറ്റീരിയൽ പ്രൈസ് ഒക്കെ കുറഞ്ഞ് കിട്ടിയേക്കാം. അതുപോലെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു ഈ 10 ഒരു 11 12 വരെ നമുക്ക് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കൊടുക്കുന്നത് നമ്മൾ വെറുതെ അൺവാണ്ടഡ് പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ അവൻ ചെയ്യുന്ന സമയം, പിന്നെ അവൻ്റെ നമ്മൾ ഏത് കോൺട്രാക്ടർ ഏത് ഏജൻസി ആയാലും അവരുടെ പ്രീവിയസ് വർക്കുകൾ ചെന്ന് കാണും, അവരുടെ ക്ലയൻസ്, ഇതൊക്കെ PMC ചെയ്യുന്ന കാര്യങ്ങളാണ്. അവൻ ഇതിനു മുമ്പ് ചെയ്ത ആൾക്കാർ ക്ലയൻസ് അവരുടെ അടുത്ത് ഒപ്പീനിയൻ എടുക്കും, ആളെങ്ങനെ ഉണ്ടായിരുന്നു, ചെയ്തായിരുന്നു, കൃത്യമായിട്ട് ചെയ്തോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അവരുടെ ഒരു നല്ല ഒപ്പീനിയൻ, ഇവൻ്റെ ഒരു പ്രൊഫൈല്, ചെയ്ത വർക്കുകൾ, ഈ കണ്ടീഷൻസ് എല്ലാം നോക്കി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഒരു ഏജൻസിക്ക് നമ്മൾ കോൺട്രാക്ട് വർക്ക് കൊടുക്കുന്നത്, അവാർഡ് ചെയ്യുന്നത്. ഈ അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഡേ ടു ഡേ, ഈ അവാർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പ്ലംബിംഗ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൈൽസ്, പെയിൻറ്റിങ്, ഫ്ലോറിങ്, ഫോൾ സീലിംഗ്, ഈവൻ ലൈറ്റിൻ്റെ പർച്ചേസ് എല്ലാം നമ്മൾ എല്ലാ ഐറ്റത്തിനും നമ്മൾ BOQ ഉണ്ടാവും, ടെൻഡർ ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം, ടെൻഡർ കൊടുക്കണം, കൊട്ടേഷൻ വിളിക്കണം, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാ കണ്ടീഷൻസും അതിലുണ്ടാവണം. അവൻ ഇത്ര ദിവസം കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ അവന് വേണമെങ്കിൽ റിവാർഡ് കൊടുക്കാം. 1 മാസം കൊണ്ട് തീർക്കേണ്ട വർക്കാണ് 15 ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ നിനക്ക് ഇത്ര പെർസെൻറ്റേജ് കൂട്ടിത്തരാം, 1 മാസത്തിന് ശേഷം പോവുകയാണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് നിനക്ക് ഞാൻ പെനാൽറ്റി അടിക്കും എന്ന് പറഞ്ഞിട്ട് പറയാം. ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാം. പിന്നെ ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും കോൺട്രാക്ടറുടെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം 12 വർഷം കോൺട്രാക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാം കോൺട്രാക്ടറുടെ മനസ്സെന്താണെന്നും അവരെങ്ങനെ ചിന്തിക്കുന്നു, അവർക്ക് എവിടെയൊക്കെ നഷ്ടം വരുന്നു, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം നമ്മുടെ ഒരു പ്രോജക്റ്റിൽ ഒരാൾ വന്നിട്ട് നഷ്ടപ്പെട്ട് കരഞ്ഞു പോവാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ കോൺട്രാക്ടേഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവർക്ക് നഷ്ടം വരരുത്. എന്നാൽ ക്ലയൻറ്റിന് അതൊരു ബേർഡൻ ആവാനും പാടില്ല. ഈ രീതിയിൽ കുറച്ചധികം റിസ്ക്കാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ വർക്കുകൾ കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാ ഏജൻസിനെയും നമ്മൾ കൊട്ടേഷൻ വിളിക്കുന്നു. അപ്പോൾ ഈ വർക്കിലൊക്കെ നമുക്ക് ഒരുപാട് സേവിങ്സ് കാര്യങ്ങളുണ്ടാവും.